ബാംഗ്ലൂരിലെ ജീവൻ ഭീമ നഗറിലെ സായ് അപ്പാർട്ട്മെന്റ്സിലായിരുന്നു 23 വയസ്സുള്ള ആകാൻഷ വിദ്യാസാഗർ എന്ന് പറയുന്ന പെൺകുട്ടി താമസിച്ചിരുന്നത്. ആ പെൺകുട്ടിയും പിന്നെ വേറൊരു റൂംമേറ്റും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും അവിടെ താമസിച്ചിട്ടായിരുന്നു ജോലിക്ക് പോയിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 5, 2023. അന്നേ ദിവസം ആകാൻഷയുടെ ഫ്രണ്ടിന് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അവർ ജോലിക്കായിട്ട് പോയി. പിറ്റേ ദിവസം, അതായത് ജൂൺ 6 രാവിലെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ ടൈമിൽ വീട്ടിലോട്ട് എത്തുകയാണ്. ആ ഒരു ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് ഡോർ നോക്കിയപ്പോൾ വെറുതെ ജസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ അകത്തുനിന്ന് പൂട്ടിയിടുകയില്ല, എന്നിട്ട് താഴെയിടുക, അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാഷ്വലി ആ പെൺകുട്ടി ആ ഡോറ് തുറന്ന് അകത്തോട്ട് കയറുകയാണ്. അകത്ത് കയറി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ആ ഫ്ലാറ്റിൽ നിന്ന് ഭയങ്കരമായുള്ളൊരു അലർച്ചയാണ് കേൾക്കുന്നത്. ഈ ഒരു സൗണ്ട് കേട്ട് ബാക്കി അടുത്തുള്ള നൈബേഴ്സ് എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാണ്. എന്തൊക്കെയോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള പോലെ അവരെല്ലാവരും പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ ആകാൻഷയുടെ ഫ്ലാറ്റിൽ നിന്നായിരുന്നു അത്തരത്തിലുള്ളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ആ ഒരു ഫ്ലാറ്റിലോട്ട് അകത്തോട്ട് ഓടിച്ചെല്ലുകയാണ്. അകത്തു പോയവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ആകാൻഷ അവിടെ നിലത്ത് ചേതനയേറ്റ് കിടക്കുകയാണ്. അവരുടെ കഴുത്തിൽ ഒരു ഷോളും ഉണ്ടായിരുന്നു. ഉടനെ തന്നെ അവിടെ കൂടിയിരുന്നവരിൽ ചിലർ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസുകാർ സ്ഥലത്തെത്തി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അന്നേ ദിവസം ആകാൻഷയ്ക്ക് എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്, പിന്നെ ആകാൻഷയുടെ സ്റ്റോറി എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. പോലീസ് അങ്ങനെ ആകാൻഷയുടെ ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. അതിനുശേഷം ആകാൻഷയുടെ റൂംമേറ്റിൻ്റെ കയ്യിൽ നിന്ന് ആകാൻഷയുടെ പേരൻസിൻ്റെ നമ്പറൊക്കെ വാങ്ങി. അവർ ഹൈദരാബാദിലായിരുന്നു ഉണ്ടായിരുന്നത്, ആകാൻഷ ആണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരായിരുന്നു. എന്നിട്ട് പേരൻസിന് വിവരം അറിയിച്ചു. പേരൻസ് ആകെപ്പാടെ ഷോക്കായി പോയി. അതായത് ഇന്നലെ വരെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ വലിയ ഇഷ്യൂ ഉള്ളതായിട്ടൊന്നും പറഞ്ഞില്ല. പെട്ടെന്നുകൊണ്ടൊരു ഇൻസിഡൻറ്റ് ഇങ്ങനെ കേട്ടപ്പോൾ അവരാകെപ്പാടെ ഷോക്കായി പോവുകയാണ്. പോലീസുകാർ നോക്കുമ്പോൾ ആരോ ആകാൻഷയെ കൊലപ്പെടുത്തിയതാണ്. അതിനുശേഷം ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പാളി. അതായത് ആ ഒരു കഴുത്തിൽ ദുപ്പട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആകാൻഷയുടെ തന്നെ. അതിനുശേഷം ഫാനിൽ തൂക്കാനായിട്ട് ശ്രമിച്ചതായിട്ട് പോലീസിന് തോന്നുകയാണ്. എന്നാൽ അത് ആളെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് ബോഡി അവിടെ അതേപോലെ വിട്ടിട്ട് ആൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയതാണെന്ന് പോലീസുകാർ അസ്യൂം ചെയ്യുകയാണ്. അടുത്തതായിട്ട് ആകാൻഷയുടെ ഫോൺ ഡീറ്റെയിൽസ് പോലീസുകാർ പരിശോധിച്ചപ്പോൾ അർപ്പിത് ഗുജ്റാൾ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കോൺടാക്ട്സും മറ്റൊക്കെ ഉണ്ടായിരുന്നതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഈ ഒരു അർപ്പിതിനെ കുറിച്ച് ആകാൻഷയുടെ പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്കാർക്കും ഇയാളെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ റൂംമേറ്റിൻ്റെ അടുത്ത് ചോദിച്ചു. ആൾക്ക് ആരാണ് അർപ്പിത്, അതുപോലെ തന്നെ അർപ്പിതും ആകാൻഷയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാമായിരുന്നു. ഇവർ രണ്ടുപേരും ലവേഴ്സ് ആയിരുന്നു. ഇവർ ലിവ് ഇൻ റിലേഷൻഷിപ്പിലായിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും രണ്ട് സ്ഥലത്ത് ജോലിയാവുകയാണ്. അതായത് ഈ ഒരു അർപ്പിതിന് ഹൈദരാബാദും ആകാൻഷയ്ക്ക് ബാംഗ്ലൂരും. അതിനുശേഷമാണ് ഈ ആകാൻഷ ആ ഒരു റൂംമേറ്റിൻ്റെ കൂടെ ആ ഫ്ലാറ്റിൽ താമസം തുടങ്ങിയത്. അപ്പോൾ അർപ്പിതാണോ ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ള സംശയം പോലീസിന് ഉണ്ടായിരുന്നു. അങ്ങനെ അർപ്പിതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റോ കിട്ടി. ആളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഫോണും മറ്റൊന്നും തന്നെ റിങ് ആവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ ഒരു അർപ്പിത് ജോലി ചെയ്തിരുന്ന കമ്പനിയിലോട്ട് പോയിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അയാൾ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഈ ഒരു ഇൻസിഡൻറ്റ് പുറം ലോകം അറിയുന്നത് 6 ആണല്ലോ. അപ്പോൾ 5 എങ്ങാനും അർപ്പിത് ആ ഫ്ലാറ്റിലോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് പോലീസുകാർ ചെക്ക് ചെയ്യാണ്. അവിടുത്തെ CCTV വിഷ്വൽസും മറ്റൊക്കെ പരിശോധിച്ചപ്പോൾ ഒരാളിങ്ങനെ കർച്ചീഫ് കൊണ്ട് മുഖം മറച്ചു പിടിച്ചിങ്ങായിട്ട് അങ്ങനെ പോകുന്ന ഒരു വിഷ്വൽ അവർ കാണുകയാണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു അർപ്പിത്തിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആകാൻഷയുടെ ഫോണിൽ നിന്നൊക്കെ. അപ്പോൾ അത് വെച്ച് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ അയാൾ തന്നെയാണ് മുഖം മറച്ച് പോകുന്നത് എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ അർപ്പിതിനെ പോലീസുകാർ അന്വേഷിച്ചു. 4 ടീമും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തു. എന്നാലും ആളെ കണ്ടെത്തിയില്ല. അതായത് എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ആൾ എവിടെ പോയി എന്താണ് ചെയ്യുന്നതെന്നുള്ളതൊന്നും തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ ഒരാഴ്ച 1.5 കഴിഞ്ഞപ്പോൾ ഈ ഒരു ആകാൻഷയുടെ പാരൻസ് പോലീസിൻ്റെ അടുത്ത് വല്ലാത്ത രീതിയിൽ ചൂടാവുകയാണ്. അതേപോലെ തന്നെ എന്താ പറയുക, പോലീസുകാർ അവരുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുകയാണ്. എന്നാലും പോലീസുകാർ എത്ര ശ്രമിച്ചിട്ട് ഈ ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം ഈ ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അർപ്പിതിൻ്റെ അമ്മയുടെ ഫോണിലോട്ടൊരു കോൾ വരികയാണ്. പോലീസുകാർ ഓൾറെഡി ഒരു കാര്യം ഊഹിച്ചിട്ടുണ്ടായിരുന്നു. ആൾ എത്രയൊക്കെ മുങ്ങി നടന്നിട്ടുണ്ടെങ്കിലും ആളുടെ പാരൻസിനെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർ റെഗുലറായിട്ട് ഇവരുടെ ഫോണും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആയിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരത്തിലുള്ളൊരു കോള് അർപ്പിതിൻ്റെ അമ്മയ്ക്ക് വരുന്നത്. അർപ്പിത് എവിടെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുടെ ഒരു സുഹൃത്ത് പറയുന്ന ഒരു കോൺവെർസേഷൻ ആയിരുന്നു അതിലുണ്ടായിരുന്നത്.
പോലീസുകാരിത് മനസ്സിലാക്കി നേരെ ആ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. വിജയവാഡയിലുള്ള അർപ്പിതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ആൾ ഒളിച്ച് താമസിക്കുകയായിരുന്നു. വിജയവാഡ പോലീസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ബാംഗ്ലൂർ പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ബാംഗ്ലൂരോട്ട് കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് ആളെ ക്വസ്റ്റ്യൻ ചെയ്തു. ആ ക്വസ്റ്റ്യൻ ചെയ്യലിൽ ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തത് താനാണെന്ന് അയാൾ സമ്മതിക്കുകയാണ്. 27 വയസ്സുള്ള അർപ്പിത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ആളുടെ സ്കൂളിങ്, കോളേജ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആൾ ഡൽഹിയിലായിരുന്നു ചെയ്തത്. പിന്നീട് ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഇതേപോലെ തന്നെ ഹൈദരാബാദ്, ബാംഗ്ലൂരൊക്കെ ആൾ വന്നിട്ടുണ്ടായത്. പിന്നെ ആകാംക്ഷയുടെ ഫാമിലിയുടെ കാര്യം നോക്കുമ്പോൾ തെലങ്കാനയിലെ ജ്ഞാനേശ്വർ എന്ന് പറയുന്ന ഒരാൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആൾ അതിനുശേഷം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ സെറ്റിൽ ആയിട്ടുണ്ടായിരുന്നു. ആൾക്ക് 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ മൂത്ത പെൺകുട്ടിയായിരുന്നു ഈ ആകാംക്ഷ ബികോം ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ജോലി ലഭിക്കുകയാണ്. അങ്ങനെ ജോലിക്ക് പോയി തുടങ്ങി. ഇതേ സെയിം ഓഫീസിലായിരുന്നു ഈ ഒരു അർപ്പിതും ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇവർ പരിചയപ്പെടുന്നത്. പതിയെ ഇവർ സൗഹൃദത്തിലായി. പിന്നീട് ആ ഒരു സൗഹൃദം പ്രണയമായി മാറുകയായിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാനും തുടങ്ങി. അവർ ഒരുമിച്ച് താമസിക്കുന്ന ആ സമയത്തൊന്നും തന്നെ അവർക്കിടയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും നല്ല ഹാപ്പി കപ്പിളായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ജോലി രണ്ടുപേരുടെയും 2 സ്ഥലത്താണ്. അർപ്പിതാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദും അതുപോലെ തന്നെ ആകാംക്ഷ ആണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരും. എന്നാലും ഇവർക്കിടയിലുള്ള കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് നടക്കാറുണ്ടായിരുന്നു. എല്ലാ വീക്കെൻഡും ഈ ഒരു അർപ്പിത് ഈ പെൺകുട്ടിയെ കാണാനായിട്ട് ഇവിടേക്ക് വരുമായിരുന്നു, ബാംഗ്ലൂരോട്ട് വരുമായിരുന്നു. എന്നിട്ട് അവർ വീക്കെൻഡ് ചില്ലയും അതിനുശേഷം ആൾ ജോലിക്ക് വേണ്ടിയിട്ട് തിരിച്ചു പോകും. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഇവർക്കിടയിൽ അടി ഉണ്ടാവുകയാണ്. അതിൻ്റെ മെയിൻ കാരണം ഈ ഒരു അർപ്പിതിൻ്റെ സംശയമായിരുന്നു. ആകാംക്ഷ വേറെ ഏതോ പയ്യന്മാരെ കൂടെ കറങ്ങി നടക്കുന്നുണ്ട്, വേറെ ആരുമായിട്ട് എന്തൊക്കെയോ റിലേഷൻ ഉണ്ട്, അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതായത് ഇയാൾക്ക് തോന്നുകയാണ് അത് ഇയാൾ ഈ ഒരു പെൺകുട്ടിയോട് പറയുകയാണ്. അങ്ങനെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഈ ഒരു ആകാംക്ഷ പറഞ്ഞു അങ്ങനെ യാതൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. എന്നാലും ഈ ഒരു അർപ്പിതിന് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അവസാനം ആകാംക്ഷ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യാണ്. അതായത് ബ്രേക്കപ്പ് എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. പിന്നീട് ഈ ഒരു അർപ്പിതിനായിട്ട് സംസാരിക്കാതെയൊക്കെ ആയി. അപ്പോൾ അർപ്പിതിന് ഇത് താങ്ങാൻ പറ്റാവുന്നതിലപ്പുറമായിരുന്നു. അയാൾക്ക് പട പ്രാന്ത് പിടിച്ചൊരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. അങ്ങനെ ആളൊരു തീരുമാനം എടുത്തു, ബാംഗ്ലൂർ പോകണം, 2-1 അറിയണം. ഇനിയിപ്പോൾ അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു പണിയും കൊടുക്കുന്ന ആൾ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് ആൾ നേരെ ഡൽഹിയിലോട്ട് പോവാണ്. ഡൽഹിയിൽ പോയി തൻ്റെ പാരൻസിനൊക്കെ കണ്ടു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആളുടെ ഫോൺ അവിടെ വെച്ചിട്ട് ഒരു 6 ജോഡി ഡ്രസ്സും പിന്നെ ഒരു 5000 രൂപ എടുത്ത് നേരെ ഈ ഒരു ഹൈദരാബാദിലോട്ട് വരികയാണ്. അതിനുശേഷം അവിടെ നിന്ന് ഈ ഒരു ബാംഗ്ലൂരോട്ട് വരികയും ചെയ്തു. ജൂൺ 5, 2023 ആൾ ബാംഗ്ലൂർ എത്തിയത്. വരുന്ന വിവരം ആകാംക്ഷയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നേരെ ആൾ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലെത്തി. കോളിംഗ് ബെല്ലടിച്ചു. ആകാംക്ഷ ഇതാരാണോ ഈ നേരത്തെന്ന് വിചാരിച്ചുകൊണ്ട് ഡോറ് തുറക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അർപ്പിതിനെ കണ്ടു. ആകെപ്പാടെ ഷോക്കായിപ്പോയി. അതിനുശേഷം അവർ അവിടെ നിന്ന് സംസാരിച്ചു. പിന്നീട് വീടിൻ്റെ അകത്ത് കയറി നിന്ന് സംസാരിക്കുകയാണ്. ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ നിനക്ക് എന്നെ ഇഷ്ടമാണോ, വീണ്ടും ഇങ്ങനെയുള്ള എന്താ പറയുക റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അർപ്പിത് പറയുകയാണ്. എന്നാൽ ആകാംക്ഷ അതിനൊട്ടും തന്നെ റെഡി ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്കിടയിൽ അവിടെ വെച്ച് വലിയ രീതിയിലുള്ള അടി ഉണ്ടാവുകയാണ്. ആ ഒരു സമയത്ത് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് ആ ഒരു പെൺകുട്ടിയെ ഇയാൾ കൊലപ്പെടുത്തുകയായിരുന്നു. ഇയാളുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക കെട്ടിത്തൂക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അയാളെ കൊണ്ട് അതിന് സാധിച്ചില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോഡിയിൽ എന്തോരം വെയിറ്റ് ഉണ്ടാവും, അത് പെട്ടെന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമൊന്നും ആൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ ആ ഒരു ഫാനിൽ കെട്ടിത്തൂക്കാമെന്ന് വിചാരിച്ച് കഴുത്തിൽ ഷോളൊക്കെ ഇട്ടെങ്കിലും ആളെ കൊണ്ട് അതിന് സാധിച്ചില്ല. അപ്പോൾ ഇനിയും അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താൻ പിടിക്കപ്പെടും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായതുകൊണ്ട് ആൾ അവിടെ നിന്ന് നേരെ തന്നെ എസ്കേപ്പ് ആവുകയാണ്. അതായത് താഴൊന്നിട്ട് പൂട്ടിയില്ല, ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് ആൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയി, കർച്ചീഫൊക്കെ മുഖത്ത് വെച്ചിട്ട്. ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയ ആൾ ഓട്ടോ ഒന്നും വിളിച്ചില്ല, ക്യാബൊന്നും പിടിച്ചില്ല, നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു. റെയിൽവേ സ്റ്റേഷനിലോട്ട് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ആ 8 കിലോമീറ്റർ ആൾ നടന്നു. അതിനുശേഷം അവിടെ നിന്ന് ആസാമിലോട്ട് പോയി. ആസാമിലെത്തി ജീവിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ജോലികളും മറ്റുമൊക്കെ ചെയ്തു. അതായത് എന്താ പറയുക കിട്ടുന്ന പണിയൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ വെച്ച് ജീവിച്ചു. എന്നാൽ ഇത് അധികം കാലം പോകില്ല എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. തന്നെ കൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. അങ്ങനെ ആൾ അവിടെ നിന്ന് നേരെ വിജയവാഡയിലേക്ക് വരികയായിരുന്നു. അവിടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. ആ ഒരു ഫ്രണ്ട് എന്താ പറയുക ആളുടെ സ്പേസിൽ ഇതേപോലെ തന്നെ താമസിക്കാനായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആ ഒരു ഫ്രണ്ടായിരുന്നു അമ്മയെ വിളിച്ചിട്ട് ഇയാൾ വിജയവാഡയിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആ ഒരു സമയത്താണ് പോലീസുകാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നതും നേരെ അങ്ങോട്ട് പോയി ഇയാളെ ട്രാക്ക് ചെയ്ത് പിടികൂടുന്നതും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അർപ്പിത് പോലീസുകാരോട് പറഞ്ഞത് എന്താണെന്നറിയോ,
എനിക്ക് കിട്ടാത്ത പെണ്ണ് വേറൊരാൾക്കും വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തതെന്നാണ്. എന്തൊരു മൈൻഡാണല്ലേ. അപ്പോൾ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അയാൾ ഇപ്പോഴും അകത്താണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.